എക്സ്പെൻസ് കുറഞ്ഞ രീതിയിൽ സിമ്പിളായിട്ടുള്ള ഹോം മെയ്ഡ് ഫോണ്ടൻറ്റിൻ്റെ റെസിപ്പിയാണെന്ന്. പലപ്പോഴും ഇതുപോലെ വീട്ടിൽ ഫോണ്ടൻറ്റ് ചെയ്തെടുക്കുമ്പോൾ കറക്റ്റ് വൈറ്റ് കളർ കിട്ടാറില്ല, കുറച്ച് കഴിഞ്ഞ് ഹാർഡായി പോകാറുണ്ടെന്നൊക്കെ കേൾക്കാറുണ്ട് കേട്ടോ. എന്നാൽ എൻ്റെ ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് 4 ഇയേഴ്സായിട്ട് ഞാൻ ഈ ഒരു മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. ഈ ഫിഗേഴ്സ് എല്ലാം തന്നെ ഇതുപോലെ വീട്ടിലുണ്ടാക്കിയ ഫോണ്ടൻറ്റ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. എന്തായാലും നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. അതിനായി 1.5 ടേബിൾ സ്പൂൺ ഫ്ലേവർ ഒന്നുമില്ലാത്ത പ്ലെയിൻ ജെലാറ്റിൻ എടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നോർമൽ വാട്ടർ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് 1 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. നെക്സ്റ്റ് ലിക്വിഡ് ഗ്ലൂക്കോസ് ആണ്. ഇത് നല്ല തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ്. വീട്ടിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കുകയൊക്കെ ചെയ്യാം. എന്നാലും കടയിൽ നിന്ന് വാങ്ങുന്ന കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇതൊരു 1 kg ബോട്ടിലാണ്. ഇത് ഉപയോഗിച്ചിട്ട് നമുക്കൊരു 2-3 കിലോ വരെ ഫോണ്ടൻ്റൊക്കെ ചെയ്തെടുക്കാം. ലിക്വിഡ് ഗ്ലൂക്കോസ് 1/3 കപ്പ് ജെലാറ്റിൻ മിക്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും 1 ടീസ്പൂൺ വാനില എസൻസും ആഡ് ചെയ്തിട്ട് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ എല്ലാം നന്നായിട്ട് മിക്സായിട്ട് മെൽറ്റായിട്ട് വരണം. നെക്സ്റ്റ് വൈറ്റ് കളറിനായിട്ട് 1 ടീസ്പൂൺ മാജിക്കിൻ്റെ വൈറ്റ് ജെൽ കളറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് മസ്റ്റാണ് കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ ഫോണ്ടൻ്റ് ഒരു യെല്ലോയിഷ് കളറായിട്ടുണ്ടാവും. ഐസിങ് ഷുഗർ 500 ഗ്രാം എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ മിക്സ് അരിച്ച് തന്നെ ഒഴിച്ചു കൊടുക്കാം. ഞാനിത് സ്റ്റാൻഡ് മിക്സറിലെ ഹുക്ക് യൂസ് ചെയ്തിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്കിത് വലിയ ബൗളിലോ കൗണ്ടർ ടോപ്പിലോ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ എക്സ്ട്രാ കോൺഫ്ലോർ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് കയ്യിൽ ഒട്ടാതിരിക്കാനായിട്ട് കോൺഫ്ലോർ 2 കയ്യിൽ നമുക്ക് ഡസ്റ്റ് ചെയ്ത് കൊടുക്കാം. കടയിൽ നിന്ന് വാങ്ങുന്ന പോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതെങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരൊറ്റ പ്രാവശ്യം മാത്രമേ ഞാനിത് ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ടുള്ളൂ. അല്ലാതെ 4 ഇയേഴ്സായിട്ട് ഞാൻ ഈ ഒരു മെത്തേഡിലൂടെയാണ് ഫോണ്ടൻറ്റ് ചെയ്തെടുക്കാറുള്ളത്. ലാസ്റ്റ് ഇത് ക്ലിങ് ഫിലിമിൽ കോൺഫ്ലോർ ഡസ്റ്റ് ചെയ്തിട്ട് കവർ ചെയ്ത് നല്ല എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് നമുക്ക് എടുത്തു വയ്ക്കാം. പറ്റുകയാണെങ്കിൽ 1 പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.